നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം ആകുന്നു. കോൺഗ്രസ് ക്രിമിനലുകൾ ബോധപൂർവം പ്ലാൻ ചെയ്താണ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരു മാത്രമായിരുന്നില്ല ജയരാജൻ പേര് പരാമർശിച്ച പൈകി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിരവധി കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഴിമശിഷ്യ അവരെ ഞങ്ങൾ ചേർക്കൊപ്പം നിർത്തുമെന്ന് പരസ്യമായിട്ട് അതുകൊണ്ടാണ് സുധാകരൻ തന്നെ പ്രസംഗിച്ചത്. ചുണക്കുട്ടികളാണ് നീരജിനെ കൊന്ന ചുണക്കുട്ടികൾ. അതാണ് യൂത്ത് കോൺഗ്രസിന്റെയും ASUവിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ സംബന്ധിച്ച് ക്രിമിനലുകളെ സംബന്ധിച്ച് സുധാകരൻ പരസ്യമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. പൈകി ഇതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. യഥാർത്ഥത്തിൽ ആ ക്യാമ്പസിൽ എതിരാളിയില്ലാത്ത എല്ലാ സംഘടനാ പ്രവർത്തകരെയും പ്രിയപ്പെട്ട ധീരജ് കൊല ചെയ്യപ്പെട്ടപ്പോൾ കള്ളപ്രചരണം നടത്തിയതിനെ പറ്റി ഇവിടെ പറഞ്ഞു. അവിടെ SFIക്ക് പകരം ഒരു സംഘടന ഇല്ലാത്ത അവസ്ഥയാണ് അതിനുശേഷം ഈ 2 വർഷവും ഉണ്ടായത്. മാത്രമല്ല ധീരജിന്റെ കൊലപാതകത്തോടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലാകെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വിജയമാണ് SFIക്ക് നേടാൻ സാധിച്ചത്. ധീരജിന്റെ ജീവൻ നമുക്ക് പ്രിയപ്പെട്ട സഖാവിന്റെ വിയോഗവും നഷ്ടമാണെങ്കിലും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ രക്തസാക്ഷിത്വം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചു കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസുകളിലും അവർ നടത്തിയ പ്രവർത്തനത്തിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പ്രൊഫഷണലുകളായ കുട്ടികളുടെ വളരുന്ന യുവാക്കളുടെ പരിപൂർണമായ പിന്തുണ നേടാനായി എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നത് ആവശ്യം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളെ നേരിട്ട് കാണാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ അത് അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റമായിട്ട് മാറിയപ്പോൾ അതിനെ പരിഹസിക്കാൻ, അതിനെ തകർക്കാൻ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നു വരുന്ന സന്ദർഭത്തിൽ അവിടെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമം, പോലീസിനെതിരായിട്ടുള്ള കടന്നാക്രമം, ജാഥക്ക് നേരെ നടത്തുന്നതിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ്. പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു, പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് അന്നെല്ലാം ചില മാധ്യമങ്ങൾ പറഞ്ഞത്. അന്ന് ആ ക്രൂരമായ കടന്നാക്രമണത്തിന്
സമരത്തിന്റെ പേരിലാണ്. എന്തിനാണ് സമരമെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ സമരത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ആ കടന്നാക്രമണത്തിന്റെ ഭാഗമായി അതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികളായി. അങ്ങനെ പ്രതികളാവുമെന്നുള്ളത് സത്യമാണ്. സമരങ്ങളൊക്കെ നയിക്കുമ്പോൾ ആ സമരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ബോധപൂർവ്വം തന്നെ ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാക്കിയതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സമരം നടത്തിയാൽ കേസുണ്ടായാൽ ആ കേസിലൊരു സംശയവും കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യും. അത് പിണറായിയുടെ പോലീസായാലും ഇനി അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ പോലീസായാലും ഒക്കെ ചെയ്തത് തന്നെയാണ്. എത്ര SFI നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്? എത്ര SFI പ്രവർത്തകരുടെ കയ്യിൽ ക്രിമിനലുകളെ കൊണ്ടുപോകുന്നത് പോലെ കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്? ഇതെല്ലാം ആർക്കാണ് അറിയാവുന്നത്? ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ നേതാവ്, അതിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തതിനെ പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രോഗമായിരിക്കുന്ന നടുവേദന, പനി, ഇങ്ങനെയുള്ള രോഗമായിരിക്കും. അത് മറ്റു ചില ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവർ തന്നെ. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോ എന്താ പ്രതികരണം? എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട്, മറ്റു പല രോഗങ്ങളുണ്ട്, ഞാൻ ചികിത്സയിലാണ്, എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക. കോടതി പറഞ്ഞു രണ്ട് വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. പോലീസ് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അദ്ദേഹം തന്നെ ഹാജരാക്കിയ പ്രൈവറ്റ് ആശുപത്രിയിലുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ കോടതി പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും അവസാനത്തെ മെഡിക്കൽ പരിശോധന നടത്താം. കോടതി തന്നെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരിൽ പരിശോധിച്ചു. അത് ഇങ്ങനെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, പരിശോധിച്ചു. അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് TV ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചില TV കണ്ടുകൊണ്ടിരുന്നത് ആ റിപ്പോർട്ടിൽ കാര്യമായ ഒരു രോഗവുമില്ല. ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലെത്തി. ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ജാമ്യം കിട്ടിയില്ല. അങ്ങനെ ജാമ്യം കിട്ടാതിരുന്നത് പോലെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. രോഗമാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ പ്രത്യേകതയിൽ ജാമ്യം കിട്ടുമോ എന്നുള്ള ശ്രമമാണ് നടത്തിയത്. സമരവും പ്രക്ഷോഭവും നടത്തുമ്പോഴുന്ന ആർജവും വേണം. സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് കൽത്തുറുങ്കിൽ കിടക്കേണ്ടി വരും. പറയുമ്പോൾ കാണിക്കുന്ന ആവേശം പോരാ, അതിനുള്ളൊരു മനസ്സ് വേണം. കൊടുങ്ങല്ലൂർ SFIയുടെ ഒരു പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു. ഗുരു തന്നെയാണ്, അമ്മയുടെ മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യം കിട്ടി തിരിച്ചു വരുമ്പോൾ ആ അമ്മയുടെ മുമ്പിലേക്ക് മകളെത്തിയപ്പോ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച പാരമ്പര്യം ഈ കേരളത്തിൽ ഇതിന്റെ ഒപ്പം തന്നെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. അതാ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ, SFIയുടെ നിലപാട്. കേസിന്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ പോകേണ്ടി വരും. അതേപോലെ തന്നെ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ജയിലിലും കേസിലൊന്നും പെടാതൊന്നുമില്ലല്ലോ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. നിങ്ങളുടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസിഡന്റായത് തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് എന്ന പ്രശ്നം കൈകാര്യം ചെയ്തു വന്നപ്പോ ഇപ്പോ TV രാവിലെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടു, എന്താണെന്നറിയാം,
രാഹുൽ മാക്കൂട്ടത്തിലെ ഒരു ഹീറോ ആക്കി, ആരാക്കി, ഇങ്ങളാക്കി തന്റെ പോലെ അങ്ങനെ ആക്കിയെന്ന ധാരണ വേണ്ട. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക. പരിശോധിച്ച് വന്നപ്പോ അങ്ങനെയുള്ളൊരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക. ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കുക. ഇത്രയും വന്നപ്പോ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിശദീകരണം. പോലീസ് എടുക്കുന്ന നിലപാടുകൾ പലതും എടുത്തുകൊണ്ട് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂർ ഒരു SFI വിദ്യാർത്ഥിയെ പോലീസുകാര് വീട്ടിന്റെ അകത്ത് തന്നെ പിടിച്ചുകൊണ്ട് പോയത്, അമ്മേന്റെ മുമ്പ് തന്നെ പിടിച്ചുകൊണ്ട് പോയത്. അല്ലാതെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മാത്രമല്ലോ അങ്ങനെ പിടിച്ചത്, പക്ഷെ ആൾ പിടിച്ചിട്ടുണ്ട്. ഏതെല്ലാം സന്ദർഭത്തിൽ ഇവിടെ മൃഗീയമായ ആക്രമണം നടന്നിട്ടുണ്ട്. MLA-മാർക്കെതിരായിട്ട് അത്ര ആക്രമണം നടന്നിട്ടുണ്ട് ഇവിടെ. ഇതൊന്നും ആളുകൾക്ക് ഓർമ്മയില്ല എന്നാണോ ധാരണ? നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഭരണകാലത്ത് ഈ കേരളത്തിൽ ആർക്കെല്ലാം കേളുകോട്ടനെ അടിച്ച് സ്ഥലം കൊടുത്തിട്ടില്ലേ? കേളുകോട്ടൻ എന്ന് പറയുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? ശിവദാസ മേനോനെ അടിച്ച് സ്ഥലം കൊടുത്തിട്ടില്ലേ? ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര മുന്നണിയിൽ നിന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള സഖാവ് P. കരുണാകരൻ MP-യെ അടിച്ച് കാലോട് പൂർണ്ണമായ ശരീരത്തിന്റെ ഭാഗങ്ങൾ അടിച്ച് തകർത്തില്ലേ? MP ആയിരുന്നല്ലോ. ഞാനോ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നെ അവിടെ അടിച്ചല്ലോ പോലീസ്. അന്ന് ഞാൻ MLA. ഇവിടെ സമരവും പ്രക്ഷോഭവും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അത് കണ്ട് അരണ്ടു പോകേണ്ട കാര്യമില്ല. അതിനെ അതിജീവിക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവണ്ടേ. അതിന് വരെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ജാമ്യം കിട്ടുമെന്ന് നോക്കല്ലാവണ്ടേ. എന്നിട്ട് അത് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കുന്നു, പേരിങ്ങനെ ഉയർന്നിരിക്കുന്നു, ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്ന മാധ്യമങ്ങളോട് വേറെ എന്തു പറയാനാ? നല്ല ഗ്രാഫാണ് നിങ്ങൾ ഉയർത്തിയത്. നിങ്ങൾ ഉയർത്താൻ വേണ്ടി നല്ല പോലെ ശ്രമിക്കുന്നുണ്ട്, പാടുപെട്ട് പണിയെടുക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളൊക്കെ. കാരണം നിങ്ങളുടെ പൊന്നോമനകളായി വളർന്നു വരേണ്ടുന്ന മൂസുവാ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണല്ലോ അവരെല്ലാം. അങ്ങനെ അല്ലാത്തവരെ മുഴുവൻ നിരന്തരമായിട്ട് കള്ള പ്രചാരവേദിയുടെ ഭാഗമായിട്ട് അതിനെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അവിടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രചാരവേല നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയാണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാം, അത് രണ്ടും നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനോടല്ല ചില മാധ്യമങ്ങളെ പറ്റി വളരെ ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അംഗീകരിച്ച് പോവുകയാണ് ജനങ്ങളിൽ എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നത് ശരിയുണ്ടെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ തെറ്റാണെന്ന് തെറ്റാന്ന് തന്നെ പറയും. അതിനെന്താ സംശയം? ജനങ്ങൾക്കതറിയാം. ഇന്നലെ എന്നോട് പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ പ്രതികരിക്കാൻ പോയില്ല. എന്താ പ്രതികരിക്കണ്ടേ? ഒരു കേസ്, ഒരു അക്രമം ഉൾപ്പെടെ ചേർന്നിട്ടുള്ള ഒരു കേസ്. ആ കേസിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജാമ്യം വിട്ടുപോയിട്ടു എന്നുള്ളതെല്ലാം കോടതിയുടെ ഭാഗമായിട്ടുള്ള കാര്യം. അതെല്ലാം ഭരണപരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇത് പറയുന്നത് ധീരജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് പൈലി എന്ന യൂത്ത് കോൺഗ്രസുകാരൻ നേരിട്ട് നിന്ന് കൊലപ്പെടുത്തിയ കേസിനെ പൂർണ്ണമായി ന്യായീകരിച്ച സുധാകരന്റെയും VD സതീശന്റെയും ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഒരു കേസിൽ പ്രതിയായിട്ട് അവിടെ കോടതിയിൽ കൊണ്ടുപോയപ്പോ പരിശോധിച്ചു നോക്കാൻ അവർ തന്നെ പറഞ്ഞനുസരിപ്പെടുത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയുടെ ഭാഗമായിട്ട് നോക്കി യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ റിമാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്താ അഭിപ്രായം പറയാ? ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്നാണോ ഈ മാധ്യമങ്ങൾ പറയുന്നത്? നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വേറെ ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ അതിനുശേഷവും പോലീസിനെ കടന്നാക്രമിക്കുക, പോലീസുകാർക്ക് പരിക്ക് പറ്റുക തുടങ്ങിയിട്ടുള്ള നിലപാടുകൾക്കെല്ലാം നേതൃത്വം കൊടുത്താൽ അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരും. അത് കൈകാര്യം ചെയ്യാനുള്ള ആർജവും വേണമെന്നാണ് എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനോടും കോൺഗ്രസിനോടും പറയാനുള്ളത്. അല്ലാണ്ട് കേവലമായിട്ട് ഒരു സമരം വന്നില്ല, അതിന്റെ ഭാഗം പത്രങ്ങളിൽ നിങ്ങളെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തി വളർത്തിയെടുത്തതാണല്ലോ ഇവരെല്ലാം. തീക്ഷ്ണമായ സമരങ്ങളുടെയോ പോരാട്ടങ്ങളുടെയോ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഇല്ലാതെ
ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ചില കേസിന്റെ എല്ലാം ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോഴും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ജാമ്യം കിട്ടുക, അതിലെന്ത് കളവാണ് പറയേണ്ടത്, എന്ത് കള സർട്ടിഫിക്കറ്റാണ് ഉണ്ടാക്കേണ്ടത് എന്നെല്ലാം സംബന്ധിച്ചിടത്തോളം ആസൂത്രിതമായിട്ട് ശ്രമം നടത്തി അവസാനം പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ട കാര്യം മറച്ചു വെക്കാൻ വേണ്ടി വലിയ ഹീറോ ആയിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ഹീറോ ആകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഞാനതിന് മറ്റു വിഷയത്തിലേക്കൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇടതുകൊണ്ട് ജനാധിപത്യമുള്ള ഈ ഗവൺമെന്റ് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിവിടെ ഒരു സമാധാനവും അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ഈ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനാവില്ല എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെയും മനസ്സിലായിട്ടുണ്ട്, ഇന്നും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങണ്ടേ? ഇറങ്ങിയില്ലോ. എന്തെല്ലാം നിങ്ങൾ ആഹ്വാനം ചെയ്തു, എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു. രാജ്യം എല്ലാം കളയും, അങ്ങനെയാകും ഇങ്ങനെയാകുമെന്ന് പ്രശ്നിച്ചില്ല. എവിടെയാ എല്ലാം എവിടെയാ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കാൻ നിങ്ങൾക്കായ 10, 20, 15 ആളെ നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ ചാവലുകളായിട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും. അതിനപ്പുറത്ത് എവിടെയാ ജനങ്ങൾ നിങ്ങൾക്ക് എവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ്? ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്, ആസൂത്രണം ചെയ്തതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ പ്ലാൻ ചെയ്തതാണ്. LDF പൂർണ്ണമായിട്ട് അതിന്റെ ഒപ്പം നിന്നതാണ് നവകേരള സദസ്സ്. അതിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി പൂർത്തിയാക്കി. ആ പരിപാടിയെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ ഏറ്റവും ശക്തമത്തായ മേഖലയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. 140 മണ്ഡലത്തിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇത് ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണ്. എന്താ? കുറ്റവിചാരണ. എവിടെയാ നിങ്ങൾ കുറ്റവിചാരണ നടത്തിയേ? പറയണം കോൺഗ്രസ്. കുറ്റവിചാരണക്ക് എവിടെ ആളുണ്ടായേ? 10, 15 ആളെ വെച്ചിട്ടില്ലേ പല സ്ഥലത്തും കുറ്റവിചാരണ നടത്തിയെന്ന്? ചില സ്ഥലത്ത് നടന്നിട്ടേ ഇല്ല, ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പൊ കുറ്റവിചാരണ അങ്ങനെ പോയി. പിന്നെ നിങ്ങൾ ഓരോ സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ല കേരളം ഇളകാൻ പോവാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ കേരളത്തെ ഭസ്മീകരിച്ച് കളയും എന്ന് പറഞ്ഞില്ലേ സുധാകരനെല്ലാം? അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ഒരു സമരത്തിന് നേരെ കൃത്യമായിട്ട് പോലീസ് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോ നിങ്ങൾ അവിടുന്ന് ഇറങ്ങി പോയിട്ട് ഞങ്ങൾ നാളെയാണ് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും നാളെ എന്തെങ്കിലും കാണിച്ചോ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നാ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് കാണാനോ? എന്താ കാണിക്കാൻ? ജനങ്ങളെ അണിനിരത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ജനവിരുദ്ധമായ രീതിയിൽ സമരത്തിന്റെ പേരും പറഞ്ഞ് ആഭാസം നടത്തി അതിന്റെ മേലെ ജനങ്ങളെ അണിനിരത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ പറഞ്ഞതല്ല. ജനങ്ങളൊന്നും അണിനിരത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് UDF ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ഒരു ചടങ്ങ് പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്ത് ഞാൻ കണ്ടതാ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തെറ്റായ നിലപാട് സ്വീകരിക്കുക, അതിനെ ന്യായീകരിക്കാൻ ശ്രമം നടത്തുക, അതെല്ലാം പരാജയപ്പെട്ടു പോവുക. ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞ് ഇവര് കാണിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാറുണ്ട്. അത് ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോ ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു, അത് ഭാവിയിൽ കാണിച്ചു തരാമെന്നാണ്. ഭാവിയിൽ കാണിച്ചു തരാം എന്നുള്ളത് ശരി, നല്ല ഉത്തരവാണ്. അതുകൊണ്ട് എനിക്ക് വിയോജിപ്പിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഫലപ്രദമായിട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഭാവിയിൽ കാണിച്ചു തരാം എന്ന സതീശന്റെ പക്വതയാർന്ന ആ നിലപാടിനോട് ഞാൻ യോജിക്കുകയാണ്. അത് രാഷ്ട്രീയം. പക്ഷെ ഇതേവരെ അതുണ്ടായിരുന്നില്ല. ഞാൻ അടിക്കും, പിടിക്കും, തകർക്കും. ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്തിലേക്ക് ഇന്നേവരെ പറഞ്ഞിട്ട് ഞാൻ അടിക്കുമെന്ന് ചെയ്യുന്ന അച്ചയായിട്ട് പറഞ്ഞത് എന്തേ അതിൽ നിന്നാ പിന്മാറിയത്? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പിടിച്ചതിന് ശേഷം ഇന്ന് രാവിലെ പറയേണ്ടത് അല്ലെങ്കിൽ ഇന്നലെ രാത്രി പറയേണ്ടത് അതായിരുന്നല്ലോ, അടിക്കും, എല്ലാത്തിനും അടിക്കുന്നത്. എന്തേ അടി പോയെ? ഇങ്ങനെയൊന്നും രാഷ്ട്രീയ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അടി കൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടും എന്ന് പറഞ്ഞാൽ നേരിടാൻ പറ്റില്ല. ഒരു ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കില്ലേ രാജ്യം? ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടല്ലേ മുന്നോട്ടേക്ക് പോകുന്നത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ പദവിയാണ്. ആ പദവി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ അടിക്കാൻ ആഹ്വാനം ചെയ്യാണ് എന്ന് പറഞ്ഞാൽ
ഒന്നാം പ്രതി വി ഡി സതീശനാണ് ഈ കേസിലെ. 4ാം പ്രതിയാണ് പ്രസിഡന്റ്, ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും കേസ് കൈകാര്യം ചെയ്യുമ്പോൾ കേസ് എന്താ അവസാനിച്ചു പോകും? ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുമോ? അല്ല, ഭണ്ഡാര പറഞ്ഞതുപോലെ പാമ്പ് കടിച്ച പുല്ല് തെറ്റാ പോകുന്നത്. പാമ്പ് കടിച്ച ഫലപ്രദമായ ചികിത്സയില്ലേ പറ്റുള്ളൂ. അത് വേറെ എന്തെങ്കിലും പരിപാടി കൊണ്ട് നടത്താൻ അവസാനിപ്പിക്കാനാവുമല്ലോ. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവമുള്ള പ്രശ്നം ഗവൺമെന്റിന്റെ സംവിധാനത്തിനെതിരായി ശരിയായ കടന്നാക്രമണം നടത്തിയിട്ടുള്ള ഒരു രൂപമാണ്. അതാണ് കോടതി എന്ന് ചോദിച്ചു. നിങ്ങൾ സമാധാനപരമായ രീതിയിലാണ് പുറപ്പെട്ടതെങ്കിൽ നിങ്ങൾ എന്തിനാണ് വലിയ പട്ടികയും കൊണ്ടുപോയത്? പട്ടിക ആരും തർപ്പിച്ച പട്ടിക എന്ന് പറഞ്ഞില്ല കോടതി, പട്ടികന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് പട്ടിക കൊണ്ടുപോയത്? അതിന് മറുപടിയില്ല. അപ്പൊ ഇത് ചൈനക്കാരൻ പറയാണ് പട്ടികയല്ല, കുടികെട്ടിയ തൂണാണ്. കുടികെട്ടിയ തൂണല്ല, കുടികെട്ടാനുള്ള നമ്മളെ കാണുന്നില്ല. കുടികെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സാധനല്ലേ ഉണ്ടായിരുന്നു. ഇത് വലിയ പട്ടിക കൊണ്ടല്ലേ പോയത്? ആരാ കൊണ്ടുപോയി? പ്രസിഡന്റ് തന്നെ. അപ്പൊ പ്രസിഡന്റ് തന്നെ വലിയ വടിയുമായിട്ട് പോലീസിനെ ആക്രമിക്കുകയാണ്. പോലീസിനെ കുത്തിപ്പിടിക്കുന്ന ഫോട്ടോ ഉണ്ട്. ആ കേട്ടോ, കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഫോട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വളരെ നിഷ്കളങ്കനാണ്, അതുകൊണ്ട് എന്നെ ഇങ്ങനെ പിടിക്കട്ടെ, ഇനി അഥവാ പിടിച്ചാൽ തന്നെ ജാമ്യം തന്നാക്കണം എന്ന് പറയുന്ന പ്രസിഡന്റിനെ പറ്റി എന്താ പറയാ? അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഈ കാര്യം ജനാധിപത്യപരമായ രീതിയിൽ പോലീസിന്റെ നിയമം അനുസരിച്ച് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുമ്പോൾ പോലീസിന്റെ നിയമങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നുമല്ല, ഇടതുകൊണ്ട് ജനാധിപത്യമൊന്നുമല്ല. ഞങ്ങൾക്ക് ഇതേപോലെ നല്ല ധാരണ. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും കൃത്യമായിട്ട് പറയുന്ന അംഗീകരിച്ച് പോകുന്നവരാണ് ഞങ്ങൾ. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അത് നയം മാത്രമേ ഉള്ളൂ. നയം ഇടതുകൊണ്ട് ജനാധിപത്യത്തോട് കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം കൃത്യമായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മാനുവൽ ഉൾപ്പെടെ ഇപ്പോഴാണ് ഏതെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി, അതും അവർക്ക് അനുകൂലമായിട്ട്, വർഗീയ ശക്തികൾക്ക് അനുകൂലമായിട്ട് ചില മാറ്റങ്ങൾ ഇപ്പോൾ വരുത്താൻ ശ്രമിച്ചത് ഇപ്പോഴാണ്. അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിലപാട് തന്നെയാണ്. ഭരണകൂടമൊന്നും മാറിയിട്ടില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് മാത്രമാണ്. ഭരണകൂടം മുമ്പത്തെ തന്നെ തുടരുകയാണ്. എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എല്ലാം ഉള്ളത് തന്നെയാണ്. അതിനൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ആകെ തെരഞ്ഞെടുപ്പുള്ളത് അസംബ്ലി മാത്രമാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. അത് ഈ 3 വിഭാഗം മാത്രമേ വരുള്ളൂ. 3 ഈ വലിയ കൂടി ചേർക്കണം. ഈ ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അത് 4th എസ്റ്റേറ്റ് എന്ന് പറയാം. അവർ യഥാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഇവരെല്ലാം ചേർന്നാൽ 3-1, 4-1 മാത്രമേ വരുന്നുള്ളൂ ലെജിസ്ലേച്ചർ ഭരണം. ബാക്കി എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും 4th എസ്റ്റേറ്റ് ആയാലും അതെല്ലാം പണ്ടേ ഉള്ളത് തുടരുകയാണ്. അതെല്ലാം കൃത്യമായിട്ട് വർഗ നിലപാടുണ്ട്. ആ നിലപാട് തൊഴിലാളി വർഗ നിലപാടല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ അതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഭരണകൂടം എന്നെല്ലാം പദം ഉപയോഗിക്കുന്നുണ്ട് ചിലര്. ഞങ്ങൾ ഈ ഭരണ സംവിധാനത്തെയാണ് മനസ്സിലാക്കുന്നത്. ഭരണകൂടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അത് വർഗ നിലപാടാണ്. ആ നിലപാടാണ് ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോലീസുകാരും എടുക്കുന്ന എല്ലാ നിലപാടും പൂർണ്ണമായിട്ടും ഇടതുകൊണ്ട് ജനാധിപത്യങ്ങളുടെ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് പോലും പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കാൻ സാധ്യതയില്ല. കൊച്ചാറിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം ഇപ്പൊ നമുക്കറിയാം, കേരളത്തില് ഇടതുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി എന്ത് വികസന പ്രവർത്തനം നടത്താൻ ശ്രമിച്ചാലും അതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ സമീപനമാണ് പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ്. പിന്നെ BJPയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ഇവർ തമ്മിൽ ഐക്യമാണ്. ആ ഐക്യമാണ് ഇവിടെ ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ടാളുടെയും പൊതുശത്രു CPM ആണ്. കോൺഗ്രസ് പറയുന്നു ഞങ്ങളുടെ പൊതുശത്രു ഇന്ത്യ കേരളത്തിൽ CPM ആണ്. BJP പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പൊതുശത്രു CPM ആണ്. അങ്ങനെ രണ്ടാളുടെയും പൊതുശത്രുവായാൽ പിന്നെ പൊതുവായ ഒരു യോജിപ്പ് വരുമെന്നുള്ള കാര്യം സംശയമില്ല. ആ പൊതു യോജിപ്പിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം 22-ാം തീയതി നടക്കുമ്പോ കർണാടകത്തിൽ അന്ന് തീരുമാനിച്ചിരിക്കുന്നു, ഇപ്പൊ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും വിളക്ക് വെക്കാൻ. ഏതോ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് അതും ഭരണഘടനാപരമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഗവൺമെന്റിന്റെ ആധിപത്യത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടാവാൻ പാടില്ല. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രിയും
അതുപോലെ RSSന്റെ സംഘപരിവാർ അതിന്റെ നായകരും 3 പേരാണ് പങ്കെടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില യോഗി വര്യന്മാരെ പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ അവകാശമില്ല, ഇങ്ങനെയല്ല ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത്. ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്ന പാരമ്പര്യമുള്ള ആ നിലപാടുകളെല്ലാം മാറ്റി രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയും അതുപോലത്തെ UP മുഖ്യമന്ത്രിയും RSSന്റെ വർഗീയ ധ്രുവീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവുന്നു. അതിന് സത്സംഘചാലക്കും കൂടി ആ പരിപാടി നടത്തുകയാണ്. ആ പരിപാടി എന്തിനാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. വരാൻ പോകുന്ന ഈ 2024 ഏപ്രിൽ മെയ് അതിനപ്പുറം കടക്കാൻ സാധിക്കില്ല. അപ്പൊ ഏപ്രിലോ മെയ്യോ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഉന്നം വെച്ച് മതവർഗീയ ശക്തികളെ ശക്തിപ്പെടുത്താൻ അതിന്റെ പരിപാടി എന്ന രീതിയിലാണ് രാമക്ഷേത്ര ഉദ്ഘാടനം നിങ്ങൾ പ്ലാൻ ചെയ്തത്. ഇത് ഞാൻ പറയുക മാത്രമല്ല, കോൺഗ്രസിന്റെ തന്നെ PM സുധീരൻ പറഞ്ഞത് ആത്മഹത്യാപരമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്താലെന്നാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ പങ്കെടുക്കില്ല പറയാൻ പറ്റില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലാകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, ഹിമാചൽ പ്രദേശ്. അത് ചെറിയ സംസ്ഥാനമാണ്, 4 പാർലമെന്റ് മെമ്പർമാരേ ഉള്ളൂ. ഇന്ത്യ തലത്തിലാകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു കേന്ദ്രം. അതിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു സുഗു പറയേണ്ടേക്ക്, ഞാൻ അതിന്റെ അവസാനം പറഞ്ഞു സുഗു പറഞ്ഞു, എന്താ പറഞ്ഞേ, എന്നെ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോയി. ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും പോകാനിരിക്കുകയാണ്. കർണാടകത്തിൽ നിന്ന് പോകാനിരിക്കുകയാണ്. UPയിൽ നിന്ന് ഇപ്പോഴേ പുറപ്പെട്ടു കോൺഗ്രസ്സുകാരില്ല. പിന്നെ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതിനെ പറ്റി വല്ല തർക്കം കൊണ്ട് കാര്യമുണ്ടോ? കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന്റെ അകത്ത് തന്നെ തർക്കം. അത് ഈ കേരളത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികൾക്ക് സ്വാധീനമുള്ളതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ്സുകാരെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വന്നോട്ടെ എന്ന് സുധാകരൻ പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. PM സുധീരൻ അതിന്റെ ശക്തിയായിട്ട് എതിർക്കുന്നത് ഈ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? കേരളം മാത്രമല്ല, ഇന്ത്യ, ലോകം കാണാൻ പോകുകയാണ്. മതവർഗീയതക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന RSS BJP സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ അതിനെതിരായിട്ട് ഇന്ത്യ എന്ന മഹത്തായ കൂട്ടുകെട്ടിന്റെ ഭാഗമായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി പ്രവർത്തിക്കുമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന കോൺഗ്രസ് ഈ ഹിന്ദു വർഗീയവാദ നിലപാടിന്റെ ഭാഗമായ പ്രവർത്തനത്തിന് എങ്ങനെയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക? ജനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പങ്കെടുക്കാനാവുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൃത്യമായിട്ട് തകർക്കുന്ന സമീപനത്തിലേക്ക് പോവുകയാണ്. മൃദു ഹിന്ദുത്വ സമീപനമാണ് നിങ്ങളുടെ സമീപനം. അതുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഹിന്ദു വർഗീയവാദികൾക്ക് മുമ്പിൽ മൃദു ഹിന്ദുത്വ നിലപാട് വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ആവില്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ബിൽക്കീസ് ബാനു കേസ് ഇപ്പോ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ സുപ്രീം കോടതിയുടെ ആ വിധിയെ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 2002 വംശഹത്യ, മുസ്ലിം ജനവിഭാഗത്തെ ആകെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം. ആ കടന്നാക്രമണം നടന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ 2002 അന്ന് നിരവധിയായ കുടുംബങ്ങളെ RSS BJP സംഘപരിവാർ വിഭാഗം കൊന്നുതള്ളി. അങ്ങനെ കൊന്നുതള്ളിയ നിരവധി കൂട്ടങ്ങളിൽ ഒന്നായിരുന്നു ബിൽക്കീസ് ബാനുവിന്റെ കുടുംബം. അവർ രക്ഷപ്പെട്ട് പലായനം ചെയ്ത് പോയതാണ്. ഒരു സ്ഥലത്ത് എത്തപ്പെട്ടത് ഈ RSSന്റെ കൂട സംഘത്തിന്റെ മുമ്പിൽ 10-30 എണ്ണം ഗണ്ണും പാരിയും ആയുധവുമായിട്ട് വന്ന് ഈ പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലുള്ള അംഗങ്ങളെ, അതിൽ ബിൽക്കീസിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണല്ലോ 8 എണ്ണം, പിന്നെ എല്ലാവരും ഉണ്ട്. അതിൽ 8 ആളെയാണ് കൊന്നത്. ഉമ്മയെയും മോളെയും ഉൾപ്പെടെ ബലാത്സംഗത്തിന് ഇരയാക്കി.
കൂട്ടബലാത്സംഗം, എന്നിട്ട് കൊന്നൊടുക്കുക. ബൽക്കീസിന്റെ മകള് 3 വയസ്സ്. ആ 3 വയസ്സുള്ള കുട്ടിയെ തലക്കടിച്ച് കൊല്ലുന്നത് ഈ ഉമ്മക്ക് കണ്ടു നിൽക്കേണ്ടുന്ന സാഹചര്യം. ആ കുടുംബാംഗങ്ങളെല്ലാം കൊല ചെയ്യപ്പെടുക. ബൽക്കീസ് ബാലൻ രക്ഷപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ട് സുഭാഷിണി അരിയെ പോലുള്ള സഖാക്കൾ കണ്ടു. കേസെടുക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല ഗുജറാത്തിലെ പോലീസ്. അവസാനം ഇവരെല്ലാം പോയതിനു ശേഷമാണ് അവിടെ അവരോട് എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ പോയത്. ഒരു നിരന്തരമായ നിയമയുദ്ധത്തിലൂടെ ഗുജറാത്തിൽ നടക്കേണ്ടുന്ന കേസ് ഗുജറാത്തിൽ നിന്ന് മാറ്റി മഹാരാഷ്ട്രയിലെത്തി ബോംബെ. അല്ലെങ്കിൽ ഈ കേസേ ഉണ്ടാവില്ല. അതുകൊണ്ട് മഹാരാഷ്ട്ര കോടതിയിലാണ് ഈ കേസ് നടന്നത്. കേസ് നടത്തി ഇവരെ ജീവപര്യന്തം ശിക്ഷിച്ചു. 11 പേരെ ജീവപര്യന്തം ശിക്ഷിച്ചു. അങ്ങനെ ജീവപര്യന്തം ശിക്ഷിച്ച് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഗുജറാത്ത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകളെ ഗവൺമെന്റിന് വിടുതൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗുജറാത്ത് ഗവൺമെന്റ്, BJP ഗവൺമെന്റ് അവരെ പുറത്തുവിട്ടു. ഈ ക്രിമിനലുകളെ RSS BJP സംഘപരിവാർ വിഭാഗം അവരെ പൂവിട്ട് സ്വീകരിച്ചു, മാലയിട്ട് സ്വീകരിച്ചു. ആ കോടതികൾ കണ്ടതാണ്. അതിനെതിരായി കോടതിയിലേക്ക് പോയി. നിരവധി ആളുകൾ കോടതിയിലേക്ക് പോയി, വ്യക്തികൾ എന്ന നിലയിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയി. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ബിൽക്കീസിന്റെ അപേക്ഷയും പോയി. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, ഈ കൊടും ക്രൂരത, സ്ത്രീകളെ മൃഗീയമായിട്ട് വേട്ടയാടിക്കൊന്ന, പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ മൃഗീയമായിട്ട് വേട്ടയാടിയ ഈ ക്രിമിനലുകൾക്ക് ഒരു തരത്തിലും ഇളവ് നൽകി വിട്ടയക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വിട്ടയച്ചാൽ പിന്നെ നീതിന്യായത്തിന് അടിസ്ഥാനമുണ്ടാവില്ല, ജനാധിപത്യത്തിന് അടിസ്ഥാനമുണ്ടാവില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നടന്നൊരു കേസ് ഗുജറാത്തിൽ ഈ കേസ് നടത്തിയാൽ നീതി കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നീതി ഉറപ്പാക്കാൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കേസ് കൈകാര്യം ചെയ്യാൻ മഹാരാഷ്ട്രയായിരിക്കും നല്ലത് എന്ന രീതിയിൽ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയ കേസ്. ആ കേസിന്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇളവിനെ പറ്റി ആലോചിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുക മഹാരാഷ്ട്ര ഗവൺമെന്റിന് മാത്രമാണ്. ആ ഗവൺമെന്റ് അല്ല ഈ ഇളവ് നൽകിയത്. ഇത് BJPയുടെ ഗുജറാത്ത് ഗവൺമെന്റ് ആണ്. ഗുജറാത്ത് ഗവൺമെന്റിന് ഇങ്ങനെ അവകാശമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിനെ സമീപിക്കാം. മഹാരാഷ്ട്ര ഗവൺമെന്റ് ആളുകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായി, കുട്ടികൾക്കെതിരായി ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങൾ നടന്ന് കൊലപാതകം ഉൾപ്പെടെ നടത്തിയാൽ ആ കേസിൽപ്പെട്ട പ്രതികൾ ജയിലിൽ കിടക്കുമ്പോൾ എത്ര കൊല്ലം, 25 മുതൽ 30 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ച ഗവൺമെന്റാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരാഗ്രഹിച്ചതുപോലെ, ഇന്നലെ പത്രങ്ങളൊക്കെ അങ്ങനെയാ പറഞ്ഞത്, ഇവരാഗ്രഹിച്ചതുപോലെ ഗുജറാത്ത് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ നീതി എന്ന് പറഞ്ഞാൽ നീതികേട് മഹാരാഷ്ട്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ നിയമപരമായിട്ട് അവകാശമില്ല. പിന്നെ ഇനി അതിന്റെ മേലെ എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തിയിട്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അപ്പോഴീ സുപ്രീം കോടതി ഇന്നത്തെ പരിസ്ഥിതി അവിടെ ഉണ്ടല്ലോ. ഞാൻ ഇന്നത്തെ പരിസ്ഥിതി എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. എത്ര കാലം ഇന്നത്തെ പരിസ്ഥിതിയുടെ ഈ കോടതിയും അതിന്റെ ഭാഗമായിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനവും നിലനിൽക്കുമെന്ന് ഇപ്പൊ പറയാൻ നമുക്ക് സാധിക്കില്ല. ഒരു ഹിന്ദുത്വ രാജ്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയാൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എല്ലാം
ഒരേ തൂവൽ പക്ഷികളെ പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോഴേറ്റവും അവസാനമായി ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനെ തീരുമാനിച്ചപ്പോ കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഭേദഗതി തന്നെ വരുത്തി ഗവൺമെന്റ്. എല്ലാറ്റിലും ഭേദഗതി വരുത്താനാണ്. ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തപ്പോ ഞങ്ങൾക്ക് അവകാശം വേണം, ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നവർക്ക് ജഡ്ജിയാവാനാവണമെന്നാണ്. അപ്പൊ ഏത് RSകാരനും ഏത് BJP-കാരനും ജഡ്ജിയാവാം. ഇതാണ് നിലപാട്. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ചില നിർദ്ദേശങ്ങളും ചില നിഗമനങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഏറ്റവും ശരിയായ രീതിയിലല്ലാത്ത ശക്തിയായി പ്രതിഷേധിക്കുന്ന ചില നിയമനങ്ങൾ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും വിശദീകരണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ, ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശമുള്ള നാടായിട്ട് ഇന്ത്യയെ മാറ്റണമെന്നാണ് ഇപ്പോൾ അവരുടെ ഭരണഘടന തയ്യാറാക്കാൻ തീരുമാനിച്ച സന്യാസി വര്യന്മാരുടെ ഒരു ന്യൂക്ലിയസ് സംവിധാനം ഇപ്പോ പറഞ്ഞ കർണാടക തയ്യാറാക്കിയ ഭരണകൂടത്തിന്റെ ഭരണഘടനയുടെ ഒരു കരട് പുറത്തു പോകുന്നുണ്ട്. അതിലവർ പറയുന്നത് ഹിന്ദു രാഷ്ട്രമായിരിക്കും, ഹിന്ദുക്കൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുള്ളൂ, മുസൽമാനും ക്രിസ്ത്യാനിക്കുമെല്ലാം ഇവിടെ താമസിക്കാം രണ്ടാം പൗരന്മാരായിട്ട്. അതാണ് പൗരത്വ ഭേദഗതി നിയമം. അത് തന്നെയാണ് ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രേ ഏക സിവിൽ കോഡ്. അത് നമ്മള് മണിപ്പൂരിൽ കണ്ടു. ബിൽക്കീസ് ബാനുവിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. കലാപങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ ഗുജറാത്തിലായാലും മണിപ്പൂരിലായാലും നമ്മൾ കൊണ്ട് വംശഹത്യ, ഇതൊന്നും ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ത്രീ പങ്കാളിത്തം ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമാണെന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇനിയിപ്പോ വരാൻ ഇപ്പൊ ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാരീശക്തിയുടെ പേരിൽ ഞങ്ങളിതാ സംവരണം കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. എവിടെ സംവരണം? ഈ തെരഞ്ഞെടുപ്പ് സംവരണമില്ലാന്ന് ഉറപ്പല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ സംവരണം ഉണ്ടാവുമോ? ഇപ്പൊ തന്നെ പറഞ്ഞത് കൊണ്ടുവരാലോ നിയമത്തിന്റെ ഭാഗമായിട്ട്. 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്തേ സംഭവിക്കും? ഈ ശതമാനം വർദ്ധിപ്പിക്കാൻ പറ്റാത്തത് ഒരു കാര്യമില്ല. അപ്പൊ അവർ എഴുതി വെച്ചിരിക്കുകയാണ് 2021 സെൻസസ് നടന്നിട്ടില്ല. അതാണ് ഉത്തരവാദി. അതുകൊണ്ട് 2021 സെൻസസ് നടക്കണം. അതിപ്പോഴും നടക്കൂലെന്ന് ഉറപ്പായി. 24 നടക്കൂലെന്ന് ഉറപ്പായി. പിന്നെ ഇവരെ ഗവൺമെന്റ് തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പില്ലല്ലോ. 2024 കഴിഞ്ഞാൽ പിന്നെ ഇവർക്കുമായി ഇതിനെന്താ അർത്ഥങ്ങളെ? അപ്പൊ അതിനുശേഷം കൂടെ സെൻസസ് നടക്കണം. ആ സെൻസസ് ജാതി സെൻസസ് ആയിരിക്കണം. ഞങ്ങൾ ഉൾപ്പെടെ പറയുകയാണ്, ജാതി സെൻസസ് ആയിരിക്കണം. സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ മാത്രം പോരാ, ജാതി സെൻസസ് ആയിട്ട് ഇപ്രാവശ്യത്തെ സെൻസസിനെ മാറ്റാനാവണം ഇന്ത്യയിലുടനീളം. ആ സെൻസസ് കഴിഞ്ഞാൽ അതിന് 1-2 കൊല്ലം പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മണ്ഡലങ്ങൾ പുനർവിഭജനം ചെയ്യണം. അതിനും പിടിക്കും 2-3 കൊല്ലം. ചുരുക്കി പറഞ്ഞാൽ 2024 ഇല്ല, 2029 ഇല്ല. പിന്നെ എപ്പോ നടക്കുന്ന ഏത് കാലത്ത് സ്ത്രീകൾക്ക് ഈ പറയുന്ന 33% സംവരണം കിട്ടുന്നതാണ്? അപ്പൊ എല്ലാം വ്യാപകമായ പ്രചരണം നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. പ്രചരണത്തിന്റെ അപ്പുറത്ത് ഒരു കാര്യവും നിർവഹിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ BJPയും കോൺഗ്രസും എല്ലാം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ കഴിഞ്ഞു. സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നിർവഹിക്കാൻ അവർക്കായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ 50% സ്ത്രീകൾക്ക് സംവരണം നൽകിയ സംസ്ഥാനം കേരളമാണ്. അത് രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കേരളത്തിൽ ചെയ്യാൻ സാധിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അവരോട് അത് ചെയ്യാൻ തയ്യാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള സ്ഥിതി. ഞാനിനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ കുട്ടികളുടെ പ്രകടനം ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട്. മറ്റ് പ്രാസംഗികന്മാർ ഇതിനോട് സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധീരജ് രാജേന്ദ്രന്റെ സ്മാരക മന്ദിരം എനിക്കൊട്ട കാര്യന്മാരെ മാത്രമേ പറയാനുള്ളൂ. അടുത്ത കൊല്ലാവുന്നതിന് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യണം. 1ാമത്തെ വർഷം നമുക്ക് സ്തൂപം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ഇപ്പൊ നമ്മൾ തറക്കല്ലിട്ടിരിക്കുന്നു. ഇനി അടുത്ത കൊല്ലമാകുമ്പോഴേക്കും 2025 മുമ്പ് നമുക്ക് ആ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ ജാഗ്രതയോടെ ഇതിന്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട സഖാക്കളും സുഹൃത്തുക്കളും തയ്യാറാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ധീരജ് രാജേന്ദ്രന്റെ സ്മാരക മന്ദിരത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചതായി നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.